നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സപ്പോർട്ട് ആൻഡ് യൂട്ടിലിറ്റി സർവീസ് 1 എന്ന പേപ്പറിലെ യൂണിറ്റ് 3 ആണ്. സോ യൂണിറ്റ് 3 നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് 3 ടോപ്പിക്സുകളാണ്. ഡയറ്റിക് യൂണിറ്റ് സർവീസ് ഇൻ ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ ആംബുലൻസ് സർവീസസ്, പിന്നെ ട്രാൻസ്പോർട്ട് സർവീസും മെഡിക്കോ ലീഗൽ സർവീസസ് ആണ്. ഇങ്ങനെ 3 ടോപ്പിക്സുകളാണ് നമ്മൾ ഈ യൂണിറ്റിൽ കവർ ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റത്തെ ടോപ്പിക് ഡയറ്റിക് യൂണിറ്റ് സർവീസസ് ആണ്. സോ ഡയറ്റിക് യൂണിറ്റ് സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് പല ടൈപ്പ് ഓഫ് നേച്ചർ അല്ലെങ്കിൽ പല കൾച്ചർ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ പലവർക്കും പല ഫുഡ് ഹാബിറ്റ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വരുന്ന അസുഖങ്ങളും ഡിഫറെന്റ് ഡിസീസസ് ആണ്. അപ്പോൾ ഒരു ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യന് ഒരു പേഷ്യന്റിന്റെ റിക്വയർമെന്റ്സ് മാത്രമല്ല, അല്ലെങ്കിൽ ഒരു എന്താണ് രോഗമെങ്കിൽ അതിന്റെ നേച്ചറിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് മാത്രമല്ല കൊടുക്കേണ്ടത്, അവരുടെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസും കൂടി ഒപ്പം നമ്മൾ നോക്കി പോകേണ്ട കാര്യമുണ്ട്. സോ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഡയറ്റീഷ്യൻസ് എന്ന് പറയുന്നത് ടോപ്പ് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു പേഷ്യന്റിന്റെ കെയറിൽ ഏറ്റവും ബെസ്റ്റ് ഇൻട്രസ്റ്റ് കൊടുത്ത് നമ്മൾ കോർഡിനേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. ഡയറ്ററി സർവീസ് എന്ന് പറയുന്നതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഹോസ്പിറ്റൽ സപ്പോർട്ട് സർവീസസ് ആയിട്ട് വരുന്നത്. നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് റിക്കവർ ചെയ്യുക, സയന്റിഫിക്കലി നമുക്ക് ഡയറ്റുകൾ പ്രിപ്പയർ ചെയ്യാം, പേഷ്യൻസിന് അതിനനുസരിച്ചുള്ള എഡ്യൂക്കേഷൻസ് അവയർനെസ്സുകൾ കൊടുക്കുക, ഇങ്ങനെയെല്ലാം. പിന്നെ നമുക്ക് ബാലൻസ്ഡ് ഡയറ്റ്, ഡിഫറെന്റ് ഫുഡുകൾ നമുക്ക് എങ്ങനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് കൊണ്ടുപോകാന്നുള്ള കാര്യങ്ങളെല്ലാം ഡയറ്റീഷ്യൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ വൈറ്റൽ ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റെസ്പോൺസിബിലിറ്റീസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇൻക്ലൂഡിംഗ് മീൽ സർവീസസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹോസ്പിറ്റാലിറ്റി, എക്യുപ്മെന്റ് മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ക്ലിനിക്കൽ സർവീസസ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, അതുപോലെയുള്ള എല്ലാ റിസോഴ്സ് മാനേജ്മെന്റും പോളിസി അനലൈസും എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. ഇതിന്റെയൊക്കെ ഒരു സംഗ്രഹമാണ് ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഒരു ന്യൂട്രീഷൻ സർവീസസിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിലെ വോൾസം ഫുഡ് ഓപ്റ്റ് ചെയ്യുക, പേഷ്യൻസിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ഒരു ഹോസ്പിറ്റലിലുള്ള എല്ലാ പേഷ്യൻസിനുള്ള ഫുഡ് സെർവ് ചെയ്യുക, ഫുഡ് റിക്വയർമെന്റ്, അതുപോലെ തന്നെ അവർക്ക് കറക്റ്റായിട്ട് ഹൈജീൻ, സഫീഷ്യന്റ് ക്വാളിറ്റിയിൽ ഹൈജീനിക്കലി അവർക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഓരോ സാധനം ചെയ്യാം അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഇതിനുള്ള എല്ലാ ബേസിക് റിക്വയർമെന്റും പേഷ്യന്റ് കെയർ ന്യൂട്രീഷനിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമാണ്. സോ അതുപോലെ തന്നെ പ്ലാനിങ്, നമ്മൾ അഡ്മിനിസ്ട്രേഷൻ സൈഡിൽ നമ്മൾ ചെയ്യുന്ന മാനേജിങ് ന്യൂട്രീഷൻസിന്റെ പ്ലാനിങ്സും ഇംപ്ലിമെന്റേഷൻസും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ന്യൂട്രീഷൻ മാനേജ്മെന്റില് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ലീഡർഷിപ്പും മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും ഒരു ഹോസ്പിറ്റൽ കിച്ചൺ അല്ലെങ്കിൽ ന്യൂട്രീഷൻ സർവീസസിൽ ഇതെല്ലാം കൊണ്ടുവരേണ്ട ആവശ്യകതയുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മാനേജ്മെന്റ് ഓഫ് ഡയറ്റിക് യൂണിറ്റ് ആണ്. സോ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു മാനേജ്മെന്റ്, ഒരു ഡയറ്റീഷ്യൻ യൂണിറ്റ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഫ്ലോ ചാർട്ടാണ് നിങ്ങളുടെ ഫ്ലോ ചാർട്ട് 1 എന്ന ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അത് നോക്കി നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെ ടൈപ്സ് ഓഫ് ഡയറ്റീഷ്യൻ യൂണിറ്റ്സുകളാണ് ഉള്ളതെന്ന് നോക്കാം. ആദ്യത്തെയാണ് പ്രൊക്യൂർമെന്റ് ഓഫ് റോ ഫുഡ്സ്. റോ ഫുഡ്സ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് മിൽക്ക്, ബ്രെഡ്, നോൺ വെജിറ്റേറിയൻ ഐറ്റംസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള പല ഐറ്റംസും നമ്മൾ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ അതുപോലെ തന്നെ നമുക്ക് വീറ്റ്, ഫ്ലോസ്, റൈസ്, അങ്ങനെയുള്ള ഡ്രൈ മസാല, ഇതെല്ലാം നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഇത് റോ മെറ്റീരിയൽ ആയിട്ടും ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആയിട്ടും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. സോ ഇത് ചെയ്യേണ്ടത് നമ്മൾ റോ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യുന്ന ആ ഒരു ടൈമിലാണ്. അതുപോലെ ഗവൺമെന്റ് ഏജൻസീസ് തന്നെ ഒരു ഗുഡ് ക്വാളിറ്റിയിൽ ഇതെല്ലാം ഇപ്പൊ ബ്രിട്ടാനിയ, വേർക്ക എന്നൊക്കെ പറയുന്ന ബ്രാൻഡുകൾ സപ്ലൈ ചെയ്യുന്നതുണ്ട്. സോ ഇതെല്ലാം നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്, ഇപ്പൊ ചീസ്, ബ്രെഡ്, റൈസ്, ഇതൊക്കെ അവരെ ക്വാളിറ്റി സ്റ്റാൻഡേർഡിന് അനുസരിച്ചിട്ടാണ് അവർ സപ്ലൈ ചെയ്യുന്നത്. സോ ഇതെല്ലാം നമ്മുടെ ഹോസ്പിറ്റലിൽ അനലൈസ് ചെയ്തിട്ട് നമ്മൾ ബെഞ്ച് മാർക്കൊക്കെ കെപ്റ്റ് ചെയ്തിട്ടാണ് ക്വാളിറ്റി അനലൈസ് ഒരു ഹോസ്പിറ്റലിൽ നടത്തുന്നത്. നെക്സ്റ്റ് ആണ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ എന്ന് പറയുന്ന ടോപ്പിക്. സോ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ഡെയിലി ബേസിലല്ല നമ്മൾ ഹോസ്പിറ്റലിൽ പർച്ചേസ് ചെയ്യുക. അത് ട്വൈസ് എ വീക്കാണ്, ആഴ്ചയിൽ 2 വട്ടമാണ് നമ്മൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പർച്ചേസ് ചെയ്യുന്നത്. സോ അതിന്റെ പ്രത്യേകിച്ച് ന്യൂട്രീഷൻ എക്സ്പേർട്സുകൾ അല്ലെങ്കിൽ സ്റ്റോർ ഓഫീസേഴ്സ് ഒക്കെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ ഈ ഐറ്റംസ് എല്ലാം റിസീവ് ചെയ്യുന്നത്.
സോ ഇതിലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ കറക്റ്റ് ആയിട്ട് കിച്ചൺ വർക്കിംഗ് സ്റ്റാഫ്സ് ആ ഓരോ പീസായിട്ട് അതിന്റെ ഫ്രഷ്നെസ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അതുപോലെ തന്നെ റീപാക്ക് ചെയ്ത് വെയിറ്റിംഗ് മെഷീൻസ്, ഇലക്ട്രോണിക്കൽ വെയിറ്റിംഗ് സ്കെയിൽസ് ഒക്കെ യൂസ് ചെയ്ത് അതിന്റെ വെയിറ്റ് എല്ലാം നോക്കി അതിന്റെ വേസ്റ്റേജ് കാര്യങ്ങളെല്ലാം മാറ്റി ഓൾമോസ്റ്റ് ഒരു 1.5 hours വർക്കാണ്, ടാസ്ക് ആണ് അവിടെ വരുന്നത്. സോ അങ്ങനെ ഈച്ച് ആൻഡ് എവറി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമ്മൾ ഒരു കോൾഡ് സ്റ്റോറേജ്, ഒരു തണുപ്പുള്ള ഒരു സ്ഥലത്ത്, ഇപ്പോൾ ഫ്രിഡ്ജ് പോലെയുള്ള സ്ഥലത്താണ് നമ്മളത് സ്റ്റോർ ചെയ്യുന്നത്. സോ ഇനീഷ്യൽ വെയിറ്റ് ടാലി ചെയ്തതിന് ശേഷമാണ് നമ്മളിങ്ങനെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമ്മൾ ടാലി ചെയ്യാറ്. പിന്നെ വരുന്നത് നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് ആണ്. സോ നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് ഹോസ്പിറ്റലിൽ ട്രൈസ് എ വീക്കാണ്, ഒരാഴ്ചയിൽ 3 തവണയായിട്ടാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. എഗ്ഗ്, ചിക്കൻ, ഫിഷ്, ഈ 3 കാര്യമാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. മട്ടൺ, റെഡ് മീറ്റ് ഒക്കെ ഹോസ്പിറ്റൽ മെനുവിൽ അവോയ്ഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സമ്മർ സീസൺസിൽ ഫിഷും ചില ഫിഷുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യാറുണ്ട്. സോ എഗ് എന്ന് പറയുന്നത് എഗ്ഗിന്റെ നമ്പർ നമ്മൾ റാൻഡംലി ക്വാളിറ്റി ചെക്ക് ചെയ്യാണ്. സോ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യാറ് വെള്ളത്തിൽ മുട്ടയിടുന്ന സമയത്ത് അത് ഫ്ലോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ആ മുട്ട എന്തെങ്കിലും കേടായതുകൊണ്ടായിരിക്കാം അതങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ എഗ്ഗിന്റെ ക്വാളിറ്റി നമ്മൾ മെഷർ ചെയ്യാറ്. അതുപോലെ തന്നെ നമ്മൾ ഹൈജീൻ പാർട്ട് എൻഷുർ ചെയ്യണം. ഹൈജീൻ പാർട്ട് എൻഷുർ ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ചിക്കൻ നമ്മൾ ചെക്ക് ചെയ്യാറ് അതിന്റെ ക്വാളിറ്റി നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത് അനലോഗ് സ്കെയിൽസ് യൂസ് ചെയ്തിട്ടാണ്. അതിന്റെ സ്കിന്നിന്റെ ടഫ്നെസ് എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഇൻസൈഡിൽ ക്ലീൻ ചെയ്ത് ലിവർ അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്തതിന് ശേഷമാണ് ചിക്കൻ നമ്മൾ യൂസ് ചെയ്യാറ് ഹോസ്പിറ്റലിൽ. അതുപോലെ തന്നെ അതിന്റെ ക്വാളിറ്റി നമ്മൾ എൻഷുർ ചെയ്യുമ്പോഴത്തേനും ചിക്കൻ പാക്കറ്റിൽ എന്തെങ്കിലും വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ നമ്മൾ യൂസ് ചെയ്യുക. എഗെയിൻ ഈ നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് കോൾഡ് സ്റ്റോറേജിൽ തന്നെയാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ്. സോ മിൽക്ക് എന്ന് പറയുന്നത് ഡെയിലി നമ്മൾ സപ്ലൈ ചെയ്യുന്നതാണ് ഹോസ്പിറ്റലിൽ മിൽക്ക്. സോ മിൽക്കിന്റെ ജെന്യൂൻ ഗവൺമെന്റ് ഏജൻസീസ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ മിൽക്ക് പാക്കറ്റ്സ് നമ്മൾ മെയിൻ ആയിട്ടും ഹൈജീൻ പാർട്ട് എൻഷുർ ചെയ്തിട്ട് വാങ്ങേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മാനുവൽ ആയിട്ടുള്ള ഹാൻഡ്ലിങ്സും ഹൈജീനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ചീസുകൾ, കോട്ടൺ ചീസുകളും വർക്ക ചീസും എല്ലാം സപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മാനുഫാക്ചറിങ് ഡേറ്റ് ഏതാണ്, അതുപോലെ തന്നെ എക്സ്പീരിയൻ ഡേറ്റ്, ബെസ്റ്റ് ബിഫോർ നമ്മൾ എപ്പോഴാണ് അത് യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ടതാണ്. മിൽക്ക് പ്രൊഡക്ട്സ് നമ്മൾ സെപ്പറേറ്റ് കോൾഡേജ് റൂമിലാണ് സൂക്ഷിക്കാറ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് വെക്കുന്ന കോൾഡേജ് റൂമിൽ അല്ലാതെ സെപ്പറേറ്റ് ഒരു കോൾഡേജ് റൂമിലാണ് നമ്മൾ മിൽക്ക് ഐറ്റംസ് വെക്കാറ്. നെക്സ്റ്റ് വരുന്നത് ഡ്രൈ റേഷൻസ് ആണ്. സോ റേഷൻസ് ഐറ്റം ലൈക്ക് സെറിൽ ഗ്രെയിൻസ്, ധാന്യങ്ങൾ, മസാലാസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. സോ ഇത് നമ്മൾ കൺസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ഡയറ്റീഷ്യന്റെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആരാണോ അല്ലെങ്കിൽ സ്റ്റോർ ഓഫീസർ ആരാണോ ഒഫീഷ്യലി അത് കൺസിസ്റ്റൻസി എന്താണെന്ന് നോക്കിയിട്ട് അവർ വെൻഡർ ചെയ്യാണ് ചെയ്യുക. സോ ഇത് നമ്മൾ ഗ്രൈനിങ് സൈസ്, കളറ്, അതുപോലെ തന്നെ അതിന്റെ പോളിഷിങ്ങിന്റെ ഫോർ മെറ്റീരിയൽസിന്റെ ഇതിന്റെ എല്ലാം ക്വാളിറ്റി അപ്രൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വെയിറ്റഡ് ആയിട്ട് ഡ്രൈ റേഷൻസ് നമ്മൾ സ്റ്റോർ ചെയ്യാം. നെക്സ്റ്റ് ആണ് സ്റ്റോറേജ് ഓഫ് ഫുഡ് എന്ന് പറയുന്നത്. സോ വാക്കിംഗ് കോൾഡ് സ്റ്റോറിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഡീപ്പ് ഫ്രീസേഴ്സ് ഉണ്ട്. സോ ഡീപ്പ് ഫ്രീസേഴ്സ് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ടബിൾ ഉള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം ഉണ്ടായിരിക്കും. പിന്നെ വാക്കിംഗ് സ്റ്റോറേജിൽ ഇനഫ് കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ഇപ്പൊ നമുക്ക് എത്ര വേരിയസ് ഫുഡ്സ് ഐറ്റംസും സ്റ്റോർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അതിനുണ്ടായിരിക്കും. ഡ്രൈ റേഷൻസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് സ്റ്റോറിൽ തന്നെയാണ്. സോ അത് വെന്റിലേറ്റഡ് ആയിട്ട് ലൈറ്റ് അതുപോലെ തന്നെ പൊടി പടലങ്ങളും പെസ്റ്റിസൈഡ്സും ഒന്നും അകത്ത് കിടക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്താണ് നമ്മൾ ഡ്രൈ റേഷൻസ് നമ്മൾ എപ്പോഴും സ്റ്റോർ ചെയ്യാറ്.